ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് മെയ് 17-ാം തീയതി 17-ാം തീയതിയിലെ വണക്കമാസം നമുക്ക് വായിക്കാം. ഈശോയുടെയും ദൈവമാതാവിൻ്റെയും ഔസേപ്പിതാവിൻ്റെയും കുടുംബജീവിതം. ഒന്നാമത്, തിരുക്കുടുംബത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യ സ്നേഹം. രണ്ടാമത്, ലോകമഹിമയിലുള്ള വെറുപ്പ്. മൂന്നാമത്, പരസ്നേഹം. ആദ്യം, തിരുക്കുടുംബാംഗങ്ങളായ ഈശോമിശിഹായും ദൈവമാതാവും ഔസേപ്പിതാവും ലോകസമ്പത്തുകൾ അന്വേഷിക്കാതെ സർവേശ്വരനെ മാത്രം ആഗ്രഹിച്ച് സകലവിധമായ ദാരിദ്ര്യവും പൂർണ്ണ മനസ്സോടെ അനുഭവിച്ചു വന്നു. ഇങ്ങനെ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുവെങ്കിലും ആത്മീയ സന്തോഷം കൊണ്ടും സ്വർഗീയ സമ്പത്ത് കൊണ്ടും ആ കുടുംബം സമ്പൂർണ്ണമായിരുന്നു. അതിനാൽ തിരുക്കുടുംബം മറ്റു കുടുംബങ്ങളെക്കാൾ ഭാഗ്യമുള്ളതും സർവേശ്വരന് യോഗ്യമായതും ദൈവദൂതന്മാരാൽ വണങ്ങപ്പെടുവാൻ തക്കതുമായി. ഈ ലോകത്തിൽ ഓരോരുത്തരും തന്നെ സർവേശ്വരന് സമർപ്പിച്ച് അവിടുത്തെ ഇഷ്ടം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതായ ഒരു സമ്പത്തുമില്ല എന്ന് ധരിച്ച് അതിനായി ശ്രമിക്കണം. രണ്ടാമത്, ജനനം മുതൽ അത്ഭുതങ്ങൾ ചെയ്യുവാനും പ്രസംഗിപ്പാനും വല്ലഭനായിരുന്നിട്ടും അതിനായി നിശ്ചയിക്കപ്പെട്ട സമയം വരെ മിശിഹ തന്നെ ലോകത്തിന് വെളിപ്പെടുത്താതെ ഏവർക്കും അനുകരിപ്പാൻ തക്ക ഉത്തമ ജീവിതം നയിച്ചിരുന്നു. മറിയത്തിനോടും ഔസേപ്പിതാവിനോടും കൂടെ വസിച്ച 30 വർഷം വരെയും അവരിരുവർക്കും കീഴ്വഴങ്ങി അവരോടുകൂടെ ദേഹാധ്വാനം ചെയ്തുകൊണ്ടും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് വന്നത്. മാതാപിതാക്കളുടെ ഇഷ്ടം അനുസരിച്ച് നടക്കുന്ന എത്രയും സുശീലനായ ഒരു പുത്രനെ പോലെ മിശിഹ നടന്നു വന്നു എന്ന് പറഞ്ഞാലും അത് ശരിയായ സാമ്യമായിരിക്കയില്ല. ഇങ്ങനെ കന്യകാമറിയവും ഔസേപ്പിതാവും സാക്ഷാൽ ദൈവവും മനുഷ്യനുമായ ഈശോ തങ്ങൾക്ക് ഏറ്റവും എളിമയോടുകൂടെ കീഴടങ്ങുന്നത് കണ്ടും എത്രമാത്രം വിസ്മയിച്ചിരുന്നു എന്ന് പറഞ്ഞറിയിപ്പാൻ പ്രയാസം. സർവലോക നിയന്താവായ മിശിഹ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് വിസ്മയിപ്പാൻ തക്ക എളിമയോടുകൂടെ അവളെ അനുസരിച്ചു വന്നതുപോലെ നിങ്ങളും ദൈവത്താൽ നിയമിതരായ നിങ്ങളുടെ മേലധികാരികളുടെ കൽപ്പനകളെ ലംഘിക്കാതെ ജീവിക്കണം. മൂന്നാമത്, ഈ തിരുക്കുടുംബം സമാധാനം, ദൈവഭക്തി, പരസ്നേഹം മുതലായ പുണ്യങ്ങളുടെ വിളനിലമായിരുന്നു എന്ന് ചുരുക്കി പറയുവാനേ സാധിക്കുകയുള്ളൂ. ഇതിൽ ദൈവത്തിനും മനുഷ്യർക്കും ചേരാത്തതായ യാതൊന്നിൻ്റെയും നിഴൽ പോലും ഇല്ലായിരുന്നു. ഈ കുടുംബവാസികളുടെ സംഭാഷണങ്ങളും പ്രവൃത്തികളും എല്ലാം ആത്മീയവും സകലത്തെയും വിസ്മയിപ്പിക്കത്തക്കതുമായിരുന്നു. മൂവരും വികസിച്ച പുഷ്പങ്ങൾ പോലെ എപ്പോഴും പ്രസന്നമായ മുഖത്തോടും സന്തോഷ സൗഭാഗ്യങ്ങളോടു കൂടി ജീവിച്ച് വന്നതിനാൽ അയൽവാസികൾ ഭാഗ്യപ്പെട്ട ഈ കുടുംബത്തിൽ പരലോകത്തിന് ശരിയായ ഭാഗ്യം വിളങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും തങ്ങൾക്ക് ഏതെങ്കിലും അസ്വാസ്ഥ്യം നേരിടുന്ന സമയത്തിൽ അവിടെ ചെന്ന് ഈ ഈശോയെയും കന്യകാമറിയത്തെയും ഔസേപ്പിതാവിനെയും കണ്ട് അവരുമായി സംസാരിച്ച് സന്തോഷവും മനസ്സമാധാനവും പ്രാപിക്കുകയും ചെയ്തിരുന്നു. ക്രിസ്ത്യാനികളായ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കലഹം, കോപം, വൈരാഗ്യം മുതലായ ദൈവത്തിനും മനുഷ്യർക്കും ചേരാത്തതായ എല്ലാം ബഹിഷ്കരിച്ച് അവിടം ഒരു തിരുക്കുടുംബത്തിലെ പോലെ സന്തോഷം, സമാധാനം, അന്യോന്യ സ്നേഹം ആദിയായ പുണ്യങ്ങളുടെ ഒരു ആശ്രയസ്ഥാനമാകുന്നതിന് ശ്രമിപ്പിൻ. ദൃഷ്ടാന്തം: ഒരു കള്ളൻ കൊള്ള ചെയ്യുവാനായിട്ട് കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു യുവതിയെ കണ്ട് അവളുടെ പക്കലുണ്ടായിരുന്ന സാധനങ്ങൾ ബലാത്കാരമായി എടുക്കുവാൻ തുടങ്ങി. അപ്പോൾ അവൾ, എന്നോട് യാതൊരു ദ്രോഹവും ചെയ്യരുത് എന്ന് ദൈവമാതാവിനെക്കുറിച്ച് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. നീ ദൈവമാതാവിൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിച്ചതിനാൽ ഞാൻ നിന്നോട് ഒരു തിന്മയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കള്ളൻ അവൾക്ക് സഹായമായി. വഴി കാട്ടിക്കൊടുത്ത് കാട്ടിനപ്പുറം അവളെ കടത്തിവിട്ടു. ആ രാത്രിയിൽ തന്നെ നിദ്രയിൽ ദൈവമാതാവ് അവന് കാണപ്പെട്ടുകൊണ്ട്, നീ നമ്മെക്കുറിച്ച് ഒരു സ്ത്രീയോട് ചെയ്ത ഉപകാരത്തിന് ഞാൻ തക്ക സമയത്തിൽ നിന്നെ ഞാൻ സഹായിക്കും എന്നരുളിച്ചെയ്യുണ്ടായി. ആ കള്ളൻ
ദൈവമാതാവിൻ്റെ അരുളപ്പാടുണ്ടായിട്ടും തസ്കരവൃത്തിയിൽ തന്നെ കാലം കഴിച്ചു വരവേ അധികാരികളുടെ കയ്യിലകപ്പെട്ടു, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇവനെ തൂക്കിക്കൊല്ലുന്നതിൻ്റെ തലേരാത്രിയിൽ ദൈവമാതാവ് നിദ്രയിൽ വീണ്ടും അവന് പ്രത്യക്ഷയായി. നീ നമ്മെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മുൻപ് നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് മൂന്നാമത്തെയാളും പറഞ്ഞു. അപ്പോൾ ആ കനിവേറിയ കന്യക അവനോട്, ഞാൻ തക്ക സമയത്തിൽ നിനക്ക് പ്രത്യുപകാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഇതാ ആ സമയം വന്നിരിക്കുന്നു. നിങ്ങൾ നാളെ നിന്നെ തൂക്കിക്കൊല്ലും. നീ ഒരു വലിയ പാപിയാണെങ്കിലും അവൻ നിനക്ക് തരാനിരിക്കുന്ന ഉത്തമ മനസ്താപത്തിൻ്റെ ആധിക്യത്താൽ നീ മരിച്ചാലുടൻ മോക്ഷം പ്രാപിക്കും എന്ന് അറിയിച്ചു. ആ കള്ളൻ ഉണർന്ന് ചെയ്തു പോയ പാപത്തെപ്പറ്റി അധികമായി മനസ്തപിച്ച് കരഞ്ഞു. അതിനുശേഷം ഒരു പട്ടക്കാരനോട് പാപസങ്കീർത്തനം ചെയ്യുകയും ദൈവമാതാവ് തനിക്ക് ചെയ്ത അനുഗ്രഹം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. ഈ സംഭവം പ്രസിദ്ധമാക്കണമെന്ന് അവൻ അപേക്ഷിക്കുകയുണ്ടായി. ഇതിൻ്റെ ശേഷം വിധിപ്രകാരം അവനെ തൂക്കിക്കൊന്നു. അവൻ ഭാഗ്യമരണം പ്രാപിച്ചു എന്നാണ് ഈ സംഭവം അറിഞ്ഞവരുടെ വിശ്വാസം. സഹോദരരെ, നിങ്ങൾ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ചെയ്യുന്ന കൃത്യങ്ങൾ എത്ര നിസ്സാരങ്ങളായാലും ഒരിക്കലും വ്യർത്ഥമായി മാറിപ്പോവുകയില്ല. ജപം. എൻ്റെ രക്ഷകൻ്റെ മാതാവേ, അങ്ങേ തിരുക്കുമാരനായ ഈശോമിശിഹായെ അങ്ങ് കണ്ടപ്പോഴൊക്കെയും അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് ഞാൻ ഈ ലോകത്തിൽ നല്ല ക്രമമുള്ളവനായി നടക്കുവാൻ എന്നെ സഹായിക്കണമേ. വൈരാഗ്യം, കോപം മുതലായ ദുർഗുണങ്ങൾ എൻ്റെ ആത്മാവിൽ മുളയ്ക്കാൻ അനുവദിക്കരുത്. എല്ലാവരോടും സമാധാനമായി പെരുമാറുന്നതിനും സമാധാനശീലർക്ക് നൽകാനിരിക്കുന്ന സമ്മാനം എനിക്കും ലഭിക്കുന്നതിനും എൻ്റെ അമ്മേ എനിക്ക് കൃപ ചെയ്യണമേ. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സംഗീതത്തിൽ ഓടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. ആദരശവനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടണമേ. ആമേൻ. ഈശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപിയുള്ള സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യ പ്രാർത്ഥന. 3 സ്വർഗസ്ഥനായ 3 നന്മ നിറഞ്ഞ മറിയമേ, 3 തൃത്വസ്തുതി ചൊല്ലാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തീനിയ ചൊല്ലാം. രാജകന്യകേ എന്ന ജപം. രാജകന്യകേ, മനോഗുണത്തിൻ്റെ അമ്മയെ നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമേ നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിന് ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷയ്ക്കും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലാം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ സുഹൃതജപം. ദൈവമാതാവേ, നീ വഴിയായി ഞങ്ങളെ രക്ഷിപ്പാൻ വന്ന ഈശോമിശിഹ നീ വഴിയായി ഞങ്ങളുടെ പ്രാർത്ഥനയെ കൈക്കൊള്ളട്ടെ.
ഇന്നത്തെ സൽക്രിയ. നിങ്ങളുടെ സ്നേഹിതർ, ശേഷക്കാർ ആദിയായിട്ടുള്ളവരിൽ അജ്ഞാനികളും ഓരോരോ ദുർമാർഗങ്ങളിൽ നടക്കുന്നവരും ഉണ്ടെങ്കിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ട മാർഗങ്ങൾ ആലോചിച്ച് പ്രവർത്തിക്കണം. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുമ്പിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ.